12,000 രൂപയ്ക്ക് താഴെ ഒരു 5G ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ട് വെച്ചാൽ റിയൽമി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള QLX 5G എന്നുള്ളൊരു ഫോണ് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. എന്താണ് അതിന് പറയാനുള്ള കാരണം എന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു. 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയിട്ട് 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് അവർ നൽകിയിട്ടുള്ളത്. അതായത് 50% നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ 15 മിനിറ്റിന് താഴെ മാത്രമാണ് സമയം എടുക്കുള്ളൂ. 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD LCD ഡിസ്പ്ലേ ആണ് ഇതിനവർ നൽകിയിട്ടുള്ളത്. ഒരു LED ഡിസ്പ്ലേ അല്ല ഇതിനവർ കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും ഫുൾ HD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കളറിൻ്റെ കാര്യത്തിലാണെച്ചെങ്കിലും നല്ല ക്ലാരിറ്റിയുടെ കാര്യത്തിലാണെച്ചെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഈ ഒരു ഡിസ്പ്ലേ തരുന്നുണ്ട്. Dimensity 6100 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിനവർ നൽകിയിട്ടുള്ളത്. മൾട്ടി ടാസ്കിങ് അത്യാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. എന്നാൽ നിങ്ങളൊരു സീരിയസ് ഗെയിമിംഗ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ നോക്കരുത്. അത് നിങ്ങൾക്കുള്ള ഫോൺ അല്ല. 50 MB റിയർ ക്യാമറയും 2 MB ഒരു ഡെമ്മി ക്യാമറയും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോഴും ഈ 2 MB ക്യാമറ കൊടുക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ 8 MB ഒരു ഫ്രണ്ട് ക്യാമറയും ഈ ഒരു ഫോണിന് അവർ നൽകിയിട്ടുണ്ട്. 4GB 128 വേരിയന്റിനാണ് 11,999 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12,000 രൂപ റേഞ്ചിൽ ഒരു 5G ഫോൺ തന്നെ വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമി പ്രാവശ്യം പുറത്തിറക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോണിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.